നമസ്കാരം. കർണാടക അങ്കോലയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനായുള്ള കാത്തിരിപ്പിലാണ് നാട്. ഇന്നത്തെ വാർത്താദിനം ഉടനീളം നിറഞ്ഞു നിന്നത് ഈ വാർത്ത തന്നെയാണ്. ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ലോറിയുടെ ഏറ്റവും പുതിയ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്നൊക്കെയുള്ള ആശ്വാസകരമായ വിവരങ്ങൾ അല്പസമയത്തിന് മുൻപ് പുറത്തുവരികയും ചെയ്തു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിലായത് ലോകവ്യാപക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതടക്കം ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുകയാണ് ഇന്ന് സംഭവിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി. അർജുനായി തെരച്ചിൽ. അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ട്, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു. മണ്ണെടുക്കുന്നുണ്ട്. അത് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണെടുക്കലാണ്. കൂടുതൽ മണ്ണിടിയെന്നാണ് പറയുന്നത്. കർണാടകയിലെ അങ്കോലയിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പുനരാരംഭിച്ചത്. ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്ന GPS സിഗ്നലിൽ നിന്ന് മനസ്സിലായെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. നാവികസേനയുടെ 8-അംഗ സംഘവും NDRFുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. മെറ്റൽ ഡിറ്റക്ടറും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ലോറിയുടെ GPS ലൊക്കേഷൻ ലഭിച്ച സ്ഥലത്ത് മണ്ണ് കുഴിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. കൃത്യമായി GPS സിഗ്നൽ ലഭിച്ചെന്നും ലോറി പുഴയിൽ വീണിട്ടില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. ഇവിടുന്ന് വടക്കോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശമാണ് നദിയുള്ളത്. പക്ഷേ ഈ നദിയുടെ അപ്പുറത്തല്ല, ഇപ്പുറ സൈഡിലാണ് ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നത്. നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പൊ സംസാരിച്ചു. മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവർ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുഴിച്ച് പരിശോധിക്കാൻ പോകുന്നു. അതുകൂടാതെ 20 മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോറിയുടെ GPSും അർജുന്റെ ഫോൺ ലൊക്കേഷനും പുഴയ്ക്ക് സമീപമല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. എന്നാൽ കനത്ത മഴയും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. തെരച്ചിലിനായി കൂടുതൽ വിദഗ്ധ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചുവെന്ന് ഉത്തരകന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മിപ്രിയ 24-നോട് പറഞ്ഞു. Metal detectors also. We are trying. We still not got. We're still trying. We cannot put more teams because this land is unstable. The present team, we will slowly work. കേരള സർക്കാരിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ മന്ദഗതിയിലായിരുന്ന രക്ഷാപ്രവർത്തനം വീണ്ടും ഊർജ്ജസ്വലമായത്. 24 ബംഗളൂരു. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അപകടം നടന്നതിന് തലേ ദിവസമാണ് അർജുൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. അപകട സാധ്യത അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം 24-നോട് പറഞ്ഞു. കർണാടകയിലെ രാംനഗറിൽ നിന്ന് ലോഡുമായി അർജുൻ മലപ്പുറം എടമണ്ണയിലേക്ക് യാത്ര തിരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച. യാത്രയ്ക്കിടയിൽ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് സുഹൃത്ത് സമീറുമായും സംസാരിച്ചു. പിന്നീടാണ് അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതായത്. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഭാര്യ കൃഷ്ണപ്രിയ 24-നോട് പറഞ്ഞു. ചില സമയങ്ങളിൽ ഫോൺ റിങ് ചെയ്തിരുന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും. അതിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആള് ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അർജുൻ യാത്ര ചെയ്യുന്ന വഴിയിൽ അപകടം നടന്നത് വാർത്തയറിഞ്ഞാണ് സുഹൃത്ത് സമീർ ബന്ധുക്കളെ വിവരമറിയിച്ചത്. അന്ന് രാത്രി വെളുപ്പിനോട് സംസാരിച്ചതാണ്. ഞാൻ ഉറങ്ങാൻ പോവാന്നാ പറഞ്ഞത്. പിന്നെ ഇന്ന് നേരം വെളുത്തിട്ട് ഈ സംഭവം അറിയുമ്പോഴാണ് അവന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഉറങ്ങുന്നു പറഞ്ഞതാണ്. പിന്നെ നേരം വെളുത്തിട്ട് ഈ ഫ്ലഡിന്റെ കാര്യം അറിയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നതും. അതിനിടയിൽ മണ്ണിനടിയിൽ ലോറി കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന GPS ലൊക്കേഷൻ ലഭിച്ചു. ഇക്കാര്യം ഉൾപ്പെടെ അറിയിച്ചിട്ടും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ, പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്.
അർജുന്റെ ലോറിയുടെ എഞ്ചിൻ കഴിഞ്ഞ ദിവസം രാത്രി വരെ പ്രവർത്തിച്ചുവെന്നാണ് ഭാരത് ബെൻസ് അധികൃതർ കുടുംബത്തോട് പറഞ്ഞത്. അതിനാൽ അർജുൻ സുരക്ഷിതനായി ലോറിക്കകത്തുണ്ടാകുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ട് തത്സമയം. ആദ്യം അരുൺ പൂപ്പറമ്പിലേക്കാണ്. അരുൺ, ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, എത്താറായിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലായി നമുക്ക് അവിടെ നിന്ന് തെരച്ചിലിന്റെ വിശദാംശങ്ങൾ എന്താണ് ലഭിക്കുന്നത്? അനുജ, ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മഴയ്ക്ക് അല്പശമനമുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും മഴ മാറി നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ ഈ ശക്തമായ മഴ എന്തായാലും കുറെ സമയമായി ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നിലവിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ എന്ന് പറയുന്നത് ഈ മണ്ണ് നീക്കം ചെയ്യുകയാണ്. അത് ഈ കൃത്യമായി നമ്മൾ GPS ലൊക്കേറ്റ് ചെയ്ത കൃത്യം ആ പോയിന്റിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തുള്ള തെരച്ചിൽ കൂടുതലായി കടന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ മൺകൂനയാണ്, വലിയ ഒരു കുന്ന് തന്നെ ഇടിഞ്ഞു വീണതാണ്. അപ്പോൾ ഈ രണ്ടു വശങ്ങളിലുള്ള മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ കൃത്യമായ ഒരു പോയിന്റിലേക്ക് ഇതെത്താൻ കഴിയില്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഈ GPS ലൊക്കേഷൻ എന്ന് പറയുന്ന ഇടത്തിലേക്ക് കുറച്ചുകൂടി അടുത്തെത്തി അവിടെ നിന്ന് മണ്ണ് കുഴിച്ചെടുത്ത് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പറയുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. JCBയും മറ്റു തൊഴിലാളികളെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. അത് കുറെ മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ തന്നെ ഈ മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ഒലിച്ചിറങ്ങുന്നു. അതോടൊപ്പം തന്നെ ചെറിയ തോതിൽ മണ്ണ് അവിടുന്ന് ഈ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന സാഹചര്യമുണ്ട്. അതാണ് ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ളത്. അതങ്ങനെ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അത് ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കും എന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ ഒരു ഇതൊരു കൊങ്കൺ ടെറൈനാണ്. അതിന്റെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം. ഈ മണ്ണിടിച്ചിൽ വളരെ പെട്ടെന്ന് മഴ ശക്തമായാൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശം അശാസ്ത്രീയമായിട്ടുള്ള ഈ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണം നടന്നുവെന്ന ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലല്ല ഈ മണ്ണ് എടുത്ത് ഈ റോഡ് നിർമ്മിച്ചത് എന്ന തരത്തിലുള്ള ആക്ഷേപം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെയുള്ള മണ്ണിടിച്ചിൽ സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ സൂക്ഷ്മമായാണ് ഈ രക്ഷാപ്രവർത്തനം ഇവർ നടത്തുന്നത്. എന്തായാലും ഈ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ GPS ലൊക്കേഷന്റെ ഏകദേശം ഒരു ഇടം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ അതുകൂടി കേന്ദ്രീകരിച്ച് അവിടുത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ അതിന് അടിയിൽ ലോറി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു സ്ഥിരീകരിച്ച് പറയാൻ വേണ്ടി എന്തായാലും സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്തായാലും രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ്, രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ദുർഘടമായൊരു രക്ഷാദൗത്യം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന വിവരമാണ് അരുൺ പൂപ്പറമ്പ് നൽകിയത്. ഞങ്ങൾക്കൊപ്പം മറ്റ് പ്രതിനിധികൾ കൂടിയുണ്ട്. കക്കോടിയിലെ അർജുൻ്റെ വസതിയിൽ നിന്ന് സമീർ സി മുഹമ്മദാണ് ഈ തത്സമയം ചേരുന്നത്. സമീർ, ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഏറ്റവും ഒടുവിലായി വരുന്നത് എന്താണ്? അവർക്ക് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നേരത്തെ ലൊക്കേഷൻ കിട്ടുക ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? കുടുംബം വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അർജുനായി കാത്തിരിക്കുന്നത്. അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അളിയനും അവിടെ ഉണ്ട്. അവരിപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയും 2 സഹോദരിമാരുമുണ്ട്. അവരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കാലാവസ്ഥ കൂടുതൽ അനുകൂലമാകുകയാണ് എങ്കിൽ ദ്രുതഗതിയിൽ തന്നെ അവിടുത്തെ മണ്ണ് നീക്കുന്നതും അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലും സാധ്യമാകും. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന അത്തരത്തിലുള്ള വാർത്തയാണ് അവിടെ നിന്ന് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. കുടുംബവും അതുപോലെ തന്നെ നാടുമൊക്കെ വലിയ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുകയാണ്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ സമയത്തിനകം തന്നെ അത്തരം ഈ ഒരു ഘട്ടം ഉണ്ടാവില്ലായിരുന്നു, അർജുൻ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് അവർ പരാതിപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരള സർക്കാരും അതുപോലെ തന്നെ കർണാടക സർക്കാരും വലിയ രീതിയിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് നാവികസേനയുടെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അവിടുത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ 20 മീറ്ററോളം താഴേക്ക് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും എന്നാണ് വിദഗ്ധർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള
അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും അത് സൈബർ സെല്ലിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ് രാവിലെ വരെ അത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ലഭ്യമാകുന്നു. ഒപ്പം തന്നെ ഏറ്റവും ചൊവ്വാഴ്ച പുലർച്ചെ വരെ അർജുൻ്റെ സുഹൃത്തായിട്ടുള്ള സമീറുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അർജുൻ അപകടത്തിൽപ്പെട്ട ആ ഭാഗത്താണ് ഈ രണ്ടു പേരുള്ളത്, അതായത് സഹോദരനും ഒപ്പം തന്നെ ഭാര്യയുടെ സഹോദരനുമുള്ളത്. അവർ അക്കാര്യങ്ങളാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് 3 മണിയോട് കൂടെ ഇവിടെ എത്തിയിരുന്നു. ഈ കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തു. ഉത്തര കന്നഡ കളക്ടറുമായിക്കൊണ്ട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന വിവരം. അത്തരത്തിലുള്ള എല്ലാ നടപടികളും 2 സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതിലൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നത് ഈ മോശം കാലാവസ്ഥയാണ്. വളരെ വേഗത്തിൽ ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ വളരെ വേഗത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ അത് ബാധിക്കുന്നുണ്ട് എന്ന കാര്യമാണ്. അത്തരമൊരു ആശങ്കയാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടെ കുടുംബം കാത്തിരിക്കുകയാണ്. അർജുന് ഒരു വിധത്തിലുള്ള ആപത്തുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യമായിക്കൊണ്ട് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു വരും, കണ്ണാടിക്കലിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ നാടും കുടുംബവും കാത്തിരിക്കുന്നത്. അനുജ, അതാണ് അർജുന്റെ വസതിയിൽ നിന്ന് നൽകാനുള്ള വിവരം. സമീർ സി മുഹമ്മദാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. സജോ ദേവസ്യ കൂടി കൂടുതൽ വിശദാംശങ്ങളുമായുണ്ട്. സജോ, ഇനിയിപ്പോൾ വരുന്ന വലിയ പ്രതിസന്ധി എന്നുള്ളത് ഇരുട്ടാവുകയാണ്. അപ്പോൾ ഏത് തരത്തിലേക്കാണ് പരിശോധന നടത്താൻ പോകുന്നത്? പ്രത്യേക ലൈറ്റും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇട്ട് അതിനൊക്കെയുള്ള സജ്ജീകരണങ്ങളായിട്ടുണ്ടോ? അനുജ, ഈ രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ശ്രമകരവും ദുഷ്കരവുമാണ്. ഇടവിട്ട് കനത്ത മഴ ലഭ്യമാകുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാകുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ നടക്കുന്നത്, നേരത്തെ രക്ഷാപ്രവർത്തനം അല്പം വൈകിയിരുന്നു, അല്പമല്ല നല്ലതുപോലെ വൈകിയിരുന്നു. പിന്നീടാണ് അത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും ഒപ്പം പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പലരും ഇടപെട്ടു. പിന്നീട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. അതിനുശേഷം അതിനൊരു ഗതിവേഗം കൈവന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഒരു ഷിരൂർ മേഖലയിലെ ഒരു ഭാഗത്ത്, അതായത് ഒരു കുന്നിൻ്റെ വലിയൊരു ഭാഗം തന്നെ താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. മണ്ണ് വലിയ തോതിൽ, മണ്ണിൻ്റെ അളവ് എന്ന് പറയുന്നത് വലിയ അളവാണ്. അത് നീക്കം ചെയ്യുക എന്നത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടതാണ്. നല്ല മഴയുണ്ട്, നല്ല വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും കൂടുതൽ മണ്ണിടിച്ചിൽ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദേശീയപാത 66 അതിനോട് ചേർന്നാണ് അവിടെ നെയിലിംഗ് ഒന്നും നടത്തിയിരുന്നില്ല. സോയിൽ നെയിലിംഗ് ഒക്കെ സാധാരണ നടത്തുന്നതാണ്, അങ്ങനെയൊന്നും ഉണ്ടായില്ല. പകരം ഈ മലയുടെ ഒരു വലിയ ഭാഗം തന്നെ ഈ ഗംഗാവലിയോട് ചേർന്ന് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. വലിയ അളവിലുള്ള മണ്ണുണ്ട്. ഇപ്പോൾ ഇരുഭാഗങ്ങളിൽ നിന്നായി 4 വീതം JCB-കൾ വെച്ച് ഈ റോഡിനോട് ചേർന്ന ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ്. അങ്ങനെ ക്രമേണ അതിലേക്ക് എത്തുക എന്നതാണ്. മെറ്റൽ ഡിറ്റക്ടർ സ്ഥലത്ത് എത്തിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. GPS ലൊക്കേഷൻ യഥാർത്ഥത്തിൽ ലഭിച്ചതാണ്, മണ്ണിനടിയിൽ തന്നെയാണ് എന്നതാണ് ആ നിഗമനവും ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവുമായിരുന്നു. ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയ ലൊക്കേഷൻ കിട്ടും. ബാംഗ്ലൂരു ടീം കൂടി അവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ടീം, രണ്ട് ബറ്റാലിയൻ കൂടി അങ്ങോട്ടേക്ക് നിയോഗിക്കാനുള്ള തീരുമാനം പിന്നാലെ വന്നതാണ്. അവർ കൂടി ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പുഴയിലെ പരിശോധന ഈ കാര്യത്തിൽ, അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ പ്രായോഗികമല്ല, ആവശ്യമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് പുരോഗമിക്കുന്നു. മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനായിട്ടുള്ള തെരച്ചിൽ എങ്ങനെയാണ്, പരിശോധനകൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ശക്തമാക്കി കേരളം. അടിയന്തരമായി ഇടപെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കർണാടക ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേഗത്തിലുള്ള നടപടിക്ക് അഭ്യർത്ഥിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിവരം അറിഞ്ഞ ഉടനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ദുരന്ത സ്ഥലത്തേക്ക് അയച്ചു. വിവരമറിഞ്ഞതു മുതൽ അർജുനെ കണ്ടെത്താൻ തിരക്കിട്ട നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദൗത്യം ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസും അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ വകുപ്പും ഇടപെടുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിലെ 2 ഉദ്യോഗസ്ഥരെ അങ്കോലയിലേക്ക് അയച്ചെന്നും ആവശ്യമായ ഇടപെടൽ നടത്താൻ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മഴ ഇപ്പോഴും വലിയ കാലാവസ്ഥ വളരെ മോശമാണ്.
എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ലോറി ഉണ്ടെന്നും ഒക്കെ അവർ അറിയുന്നത്. അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നില്ല. കർണാടക മുഖ്യമന്ത്രിയോട് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചെന്ന് KC വേണുഗോപാൽ. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ DGPയുമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ വിളിച്ച് ഇടപെടൽ ആവശ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കർണാടകയിൽ നിന്നുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ലോകവ്യാപകമായി ബാങ്കുകൾ, മാധ്യമങ്ങൾ, എയർലൈനുകൾ എന്നിവയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സേവനം നിലച്ചു. തകരാർ പരിഹരിച്ചതായി മൈക്രോസോഫ്റ്റ് അവകാശപ്പെട്ടു. ആഗോള സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിലെ തകരാറാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസിന്റെ സംപ്രേഷണം നിലച്ചു. അമേരിക്കയിലെ എമർജൻസി സേവനങ്ങളും തടസ്സപ്പെട്ടു. ബ്രിട്ടനിൽ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. സൂപ്പർമാർക്കറ്റുകളുടെ പ്രവർത്തനവും നിലച്ചു. ബെർലിൻ, ആംസ്റ്റർഡാം വിമാനത്താവളങ്ങളിൽ സർവീസ് നിർത്തി. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. ഇന്ത്യയിൽ വിമാന കമ്പനികളിൽ ഭൂരിഭാഗവും ഓൺലൈൻ ബുക്കിംഗ്, ചെക്ക് ഇൻ എന്നിവ നിർത്തിവച്ചു. സ്പൈസ് ജെറ്റ്, ആകാശ, ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളാണ് ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയത്. മാനുവൽ ചെക്ക് ഇൻ, ബോർഡിംഗ് പ്രക്രിയകളുണ്ടാകും. മൈക്രോസോഫ്റ്റ് അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ടാകുകയും ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്തു. 24 ഡൽഹി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് സേവനത്തിലെ തകരാർ കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള ഇൻഡിഗോയുടെ സർവീസുകൾ റദ്ദാക്കി. ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ സർവീസുകളാണ് റദ്ദാക്കിയത്. നിലവിൽ മാനുവൽ രീതിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ നടപടികൾ നടക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള 7 വിമാന സർവീസുകൾ വൈകി. കരിപ്പൂരിൽ വിമാന സർവീസുകൾ റദ്ദാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ചെക്ക് ഇൻ അടക്കം വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ മാനുവൽ രീതിയിലേക്ക് മാറ്റി. ചില സർവീസുകൾ വൈകിയേക്കുമെന്ന് വിവിധ എയർലൈൻ കമ്പനികൾ അറിയിച്ചു. ഇനി മഴ വാർത്തയിലേക്ക്. വയനാട്ടിൽ മഴയുടെ തോത് കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. വ്യാപക കൃഷിനാശമാണ് ജില്ലയിലുണ്ടായത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വയനാട്ടിൽ മഴപ്പെയ്ത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരം. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. കർണാടകയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതലായി മഴ പെയ്യുന്നതിനാൽ പുഴകളിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2305 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 125 ഹെക്ടറിലധികം കൃഷിനാശമുണ്ട്. മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അണക്കെട്ടുകളിൽ ജലവിധാനം അപകടകരമായ നിലയിലാണ് എന്ന് പറയാനായിട്ടില്ല. എന്നാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ കുറച്ച് ജാഗ്രത ആവശ്യമായിട്ടുണ്ട്. നമുക്കിവിടെ മഴ കുറഞ്ഞാലും കർണാടക വിമാനത്തിൽ മഴ പെയ്താൽ നീരൊഴുക്ക് ശക്തിപ്പെടാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം. ജില്ലയിലെ അണക്കെട്ടുകളുടെ സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കബനിയിലെ നീരൊഴുക്ക് ക്രമീകരിക്കുന്നതിനായി ബീച്ചനഹള്ളി ഡാം തുറന്നിരിക്കുകയാണ്. നാളെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. 24 വയനാട്. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വടക്കൻ കേരളത്തിൽ മഴ കുറവുണ്ടെങ്കിലും ദുരിതം രൂക്ഷമാണ്. കണ്ണൂർ പാനൂരിൽ KSEB ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പ് വെള്ളക്കെട്ടിൽ ഒഴുകിപ്പോയി. കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം ശക്തമാണ്. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസി ഊരിലെ കുടുംബങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 3 വരെ മഴ ശക്തമായി തുടരുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. സിവിൽ സർവീസ് നേടാൻ വ്യാജരേഖ ചമച്ചുവെന്ന ആരോപണം നേരിടുന്ന IAS ട്രെയിനി പൂജ ഖേദ്കർക്കെതിരെ കടുത്ത നടപടിയുമായി UPSC. പൂജയുടെ IAS റദ്ദാക്കാനുള്ള നടപടി തുടങ്ങി. ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുമെന്ന് UPSC അറിയിച്ചു. കണ്ണൂർ അയ്യങ്കുന്നിൽ മണ്ണിടിച്ചിൽ. കച്ചേരിക്കടവ് പാറക്കാമലയിൽ ആൾതാമസമില്ലാത്ത പറമ്പിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്.
ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയല്ല സർ. ആർ ശ്രീകണ്ഠൻ നായർക്കൊപ്പം. നമസ്കാരം.